السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على أشرف الأنبياء والمرسلين نبينا وحبيبنا محمد وآله وأصحابه أجمعين وعلى من تبعهم بإحسان إلى يوم الدين. أما بعد. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വമ്പിച്ച അനുഗ്രഹത്താൽ പരിശുദ്ധ ഖുർആനിലെ 59-ാം അധ്യായം സൂറത്തു അൽ ഹശറിലെ 1 മുതൽ 13 വരെയുള്ള ആയത്തുകളാണ് കഴിഞ്ഞ ദർസുകളിലായി നാം പഠിച്ചു മനസ്സിലാക്കിയത്. മുനാഫിഖുകളും യഹൂദരും പരസ്പരം നിഫാഖ് കാണിച്ചുകൊണ്ട് ഇസ്ലാമിനെതിരിൽ നിലകൊള്ളുന്ന സാഹചര്യത്തെ സംബന്ധിച്ചും, മുനാഫിഖുകൾ യഹൂദന്മാർക്ക് നൽകുന്ന പൊള്ളയായ, തെറ്റായ, കളവായ വാഗ്ദാനങ്ങളെ സംബന്ധിച്ചും, മുസ്ലിമീങ്ങളോടുള്ള സത്യനിഷേധികളുടെ ഹൃദയത്തിലുള്ള പ്രത്യേകമായ ഭയപ്പാടിനെ സംബന്ധിച്ചുമെല്ലാമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുള്ളത്. യഹൂദരുടെയും മുനാഫിഖുകളുടെയും മറ്റു ചില അവസ്ഥകൾ കൂടിയാണ് തുടർന്നുള്ള ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിക്കുന്നത്. അത് എന്താണ് എന്ന് നമുക്ക് നോക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. لا يقاتلونكم جميعا إلا في قرى محصنة أو من وراء جدر بأسهم بينهم شديد تحسبهم جميعا وقلوبهم شتى ذلك بأنهم قوم لا يعقلون. كمثل الذين من قبلهم قريبا ذاقوا وبال أمرهم ولهم عذاب أليم. كمثل الشيطان إذ قال للإنسان اكفر فلما كفر قال إني بريء منك إني أخاف الله رب العالمين. ബനൂ നളീർ ഗോത്രത്തിലുള്ള യഹൂദരോട് മുനാഫിഖുകൾ, അവർ യഹൂദർ തന്നെയാണ്, പക്ഷെ അവർ വിശ്വാസികളോട് ഞങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പ്രത്യേകം പറയുകയും ചെയ്യും. അതേസമയത്ത് മദീനയിലുണ്ടായിരുന്ന വ്യത്യസ്ത ഗോത്രങ്ങളിലുള്ള യഹൂദന്മാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിരുന്നു. എന്നാൽ അവർ ഇസ്ലാമിനെതിരിൽ ഒന്നിക്കുകയും പരസ്പരം സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു.
എന്നാൽ അവരുടെ ഒരു പൊതു സ്വഭാവം കഴിഞ്ഞ ആയത്തിൽ പറഞ്ഞു, ല അൻതും അഷദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, അള്ളാഹുവിനേക്കാൾ അവർക്ക് പേടി നിങ്ങളെയാണ്. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, അവർ ചിന്തിക്കാത്തൊരു ജനതയാണ്. അവരുടെ ആ ഭീരുത്വത്തിൻ്റെ മറ്റൊരടയാളമാണ് ലാ യുഖാതിലൂനകും ജമീഅൻ, അവർ ഒന്നടങ്കം നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. ലാ യുഖാതിലൂനകും, ഖാതല യുഖാതിലു ഖിതാലൻ വ മുഖാതല, അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല. ജമീഅൻ, മൊത്തത്തിൽ അവർ നിങ്ങളോട് യുദ്ധം ചെയ്യുകയില്ല, അവർ കൂടിച്ചേർന്ന് യുദ്ധം ചെയ്യുകയില്ല. എങ്ങനെയല്ലാതെ അവരെല്ലാവരും, അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ ശത്രുക്കൾ, ഇല്ലാ ഫീ ഖുറൻ, ഖറയത്തിൻ്റെ ജംആണ് ഖുറ, ചില പട്ടണങ്ങളിൽ വെച്ചുകൊണ്ടല്ലാതെ. എങ്ങനെയുള്ള പട്ടണങ്ങൾ? മുഹസ്സനത്തിൻ, മുഹസ്സനത്ത് എന്ന് പറഞ്ഞാൽ ഭദ്രമായ കോട്ടകൾക്കുള്ളിലുള്ള, ഹിസ്ന് ഹസീൻ എന്നൊക്കെ പറഞ്ഞാൽ കോട്ട, ഹസ്സന യുഹസ്സനു തഹ്സീന എന്ന് പറഞ്ഞാൽ ഭദ്രമാക്കുക, കോട്ടക്കുള്ളിലായിത്തീരുക. ചുറ്റിലും വലിയ മതിലുകൾ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അവസ്ഥ, അതാണ് ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനത്തിൻ. കോട്ടകൾ പണിതിട്ടുള്ള ഭദ്രമായ കെട്ടിടങ്ങൾക്കുള്ളിൽ വെച്ചിട്ടല്ലാതെ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ചിട്ടല്ലാതെ. ഔ അല്ലെങ്കിൽ മിൻ വറാഇ ജുദൂർ, മതിലുകൾക്കപ്പുറത്ത് വെച്ചുകൊണ്ടല്ലാതെ. ജിദാറിൻ്റെ ജംആണ് ജുദൂർ എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാൻ അവർക്ക് പേടിയാണ്, ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യൂല. മറിച്ച് ഒന്നെങ്കിൽ കോട്ടകൾക്കുള്ളിൽ, അല്ലെങ്കിൽ വലിയ മതിലുകൾക്കപ്പുറത്ത് നിന്ന് ആണ് അവർ യുദ്ധം ചെയ്യുന്നത്. ബഅ്സുഹും ബൈനഹും ഷദീദ്, അവർക്കിടയിലുള്ള ബഅ്സ് അഥവാ വെറുപ്പ്, ശത്രുത, അദാവത്ത്, അത് കഠിനമാണ്. ബഅ്സുഹും ബൈനഹും ഷദീദുൻ, അവർക്കിടയിലുള്ള വെറുപ്പും വിദ്വേഷവും കഠിനമാണ്. തഹ്സബുഹും ജമീഅ, നിങ്ങൾ കരുതുന്നു അവർ ഐക്യകണ്ഠേന ഒറ്റക്കെട്ടാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ഹസബ യഹ്സിബു ഹുസ്ബാനൻ, തോന്നുക, കണക്കാക്കുക. തഹ്സബുഹും ജമീഅ, നിങ്ങൾ അവരെ കരുതുന്നത് അവർ ഒറ്റക്കെട്ടാണ് എന്നാണ്. എന്നാൽ വഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങൾ വേറെ വേറെയാണ്. ശത്ത യശിത്തു, ശത്തൻ എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കഷ്ണങ്ങളായിത്തീരുക. ശത്ത എന്ന് പറഞ്ഞാൽ വ്യത്യസ്ത കഷ്ണങ്ങളായത്, വ്യത്യസ്തമായത്. വഖുലൂബുഹും ശത്ത, അവരുടെ ഹൃദയങ്ങൾ വേറെ വേറെയാണ്, അവരുടെ ശരീരങ്ങളെ ഒന്നായിട്ടുള്ളൂ. ദാലിക, അതെന്തുകൊണ്ടെന്നാൽ ബി അന്നഹും, നിശ്ചയമായും അവർ ഖൗമുൻ, ഒരു വിഭാഗമാണ്, ലാ യാഖിലൂൻ, ചിന്തിക്കാത്തവരാണ്, ചിന്തിക്കാത്ത ജനങ്ങളാണ്. അഖല യാഖിലു അഖലൻ, ലാ യാഖിലൂൻ, അവർ ചിന്താശേഷിയില്ലാത്ത ഒരു ജനവിഭാഗമാകുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ മറ്റൊരു ഭീരുത്വത്തിൻ്റെ അടയാളമാണ് പറയുന്നത്. അവർ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യൂല. യഹൂദന്മാർ നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യൂല. മുനാഫിക്കുകളും അങ്ങനെ തന്നെ. ഒന്നാമത് അവരുടെ ഉള്ളിൽ കാപട്യത്തിൻ്റെ, നിഫാഖിൻ്റെ ഒരു ഭയപ്പാട് പ്രത്യേകമുണ്ട്. അത് മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള പേടിയാണത്. മനുഷ്യൻ്റെ ഫിത്രത്തിൽ ഒരു പേടിയുണ്ട്. എന്താണത്? കാപട്യം കാണിക്കുന്നവൻ പേടിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നത്, വഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലു തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശുബും മുസന്നദ യഹ്സബൂന കുല്ല സൈഹത്തിൻ അലൈഹിം. എന്ത് ശബ്ദം ഉണ്ടെങ്കിലും അത് തങ്ങൾക്കെതിരിലാണ് എന്നവർ വിചാരിക്കുന്നതാണ്. അത് തെറ്റ് ചെയ്യുന്ന, കുറ്റകൃത്യം ചെയ്യുന്ന ഒരാളുടെ മനസ്സിൽ ആരെന്ത് പറഞ്ഞാലും അത് എന്നെ പറ്റിയാണോ അല്ലെങ്കിൽ അതിനെക്കുറിച്ചാണോ എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഏത് ശബ്ദങ്ങളും തങ്ങൾക്കെതിരിലാണോ, പ്രവാചകന് വഹി ഞങ്ങളെക്കുറിച്ച് ഇറങ്ങുന്നുണ്ടോ, ഞങ്ങൾക്കെതിരിൽ നടപടികൾ ഉണ്ടാകുമോ തുടങ്ങി ഈ ഭീതിയിലാണ് അവരുണ്ടാവുക. അപ്പോൾ ഒന്നാമത് തന്നെ അവർ ഒരു തരം പേടിയിലാണ്. നിഫാഖിൻ്റെ ആളുകൾക്ക് എപ്പോഴും അവർക്ക് ധൈര്യമുണ്ടാവില്ല.
സത്യസന്ധതയുടെ ആളുകൾക്ക് എപ്പോഴും ധൈര്യമുണ്ടാകും. എന്നാൽ കാപട്യമുണ്ടെങ്കിൽ ധൈര്യം ചോർന്നു പോകും. അതേപോലെ തന്നെ നിഫാക്കിനപ്പുറത്ത് സാധാരണ നിലക്ക് തെറ്റ് ചെയ്യുന്ന ആളുകൾക്ക് പേടിയുണ്ടാകും. ഒരാൾ തെറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ അയാളുടെ മനസ്സിലും അള്ളാഹു ഫിത്രത്തിൽ തന്നെ ഇട്ടുകൊടുത്തൊരു കാര്യമാണ് ഒരു തരം ഭയപ്പാട്. അതുകൊണ്ടാണ് ഇസ്ലാമിന് സമാധാനം എന്ന പേര് ലഭിക്കാനുള്ള കാരണം അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുന്നിടത്ത് മനസ്സമാധാനവും അതിനെതിരെ പ്രവർത്തിക്കുന്നിടത്ത് ഭയപ്പാടുമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, അസ്സിദ്ഖു തുമഅനീനത്തുൻ വൽ കദിബുരീബത്തുൻ. സത്യസന്ധത സമാധാനമാണ്, കളവ് പറയൽ രീബത്താണ്, അഥവാ എപ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ആ നിലക്കുള്ള പേടികളൊക്കെ അവർക്കുണ്ട്. അതിനു പുറമെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെക്കുറിച്ചുള്ള മറ്റു പ്രവാചകന്മാരുടെ എതിരാളികൾക്കില്ലാത്ത വിധം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു കൊടുത്ത മുഅ്ജിസത്താണ് നബിയെക്കുറിച്ചുള്ള പേടി 1 മാസത്തെ വഴിദൂരം വരെ ഉണ്ട് എന്നാണ്. അള്ളാഹുവിൻ്റെ റസൂൽ 1 മാസം കഴിഞ്ഞിട്ടേ പുറപ്പെടൂ എന്നറിഞ്ഞാൽ പോലും പേടി തുടങ്ങും. അങ്ങനെ നബിയെക്കുറിച്ചുള്ള ഒരു പ്രത്യേകമായ പേടി. കാരണം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് അവർക്കറിയാം. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ്, റസൂലാണ് എന്ന് അവർക്കറിയാം. അപ്പം അതുകൊണ്ട് തന്നെ ഒരു പ്രവാചകൻ അള്ളാഹുവിൻ്റെ അടുത്ത് നിന്ന് ലഭിക്കുന്ന സഹായത്തെക്കുറിച്ച് യഹൂദന്മാർക്ക് വേദത്തിലൂടെ നന്നായിട്ടറിയാം. ആ ഒരു വിഷയം അവിടെ ഉണ്ട്. 3-ാമത്തെ. 4-ാമത്തെ വിഷയം, സ്വഹാബികളെക്കുറിച്ച് നല്ല അറിവുണ്ട്. ബദറിലെ വിജയം, ഉഹദിൽ പരാജയമുണ്ടായെങ്കിലും സത്യത്തിൽ ഉഹദിലൊരു അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ മുസ്ലിമീങ്ങളിൽ ഒരാളും ബാക്കിയാവാൻ പാടില്ല, ഒരാൾ പോലും ബാക്കിയാവാൻ പാടില്ല. പക്ഷേ ബദറിൽ അവർക്കുണ്ടായതുപോലെ അത്ര തന്നെയേ ഉഹദിൽ ഇപ്പുറത്തുണ്ടായിട്ടുള്ളൂ. അതിൽ കൂടുതൽ വലിയൊരു കാഷ്വാലിറ്റിയിലേക്ക് അത് എത്തിയിട്ടില്ല. മാത്രമല്ല ഉഹദിൽ പിന്നീട് മുസ്ലിം സൈന്യം അവരെ ഫോളോ ചെയ്തു, അവർ കഴിച്ചിലായി പോവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സ്വഹാബത്തിൻ്റെ ഒരു വീറും ധൈര്യവും സ്ഥൈര്യവും അവരുടെ പോരാട്ടത്തിൻ്റെ ആ ഒരു കരുത്തും ഇവർക്കറിയാം. ഇതെല്ലാം കൂടി ചേരുമ്പോൾ അവർക്ക് മുസ്ലിമീങ്ങളോട് നേർക്ക് നേരെ ഫൈറ്റ് ചെയ്യാൻ പേടിയാണ് പൊതുവെ. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ലാ യുഖാതിലൂനകും ജമീഅൻ. അവർ ഒന്നടങ്കം, അല്ലെങ്കിൽ ഈ പറഞ്ഞ യഹൂദന്മാർ, മുനാഫിക്കുകൾ നിങ്ങളോട് ഒരുമിച്ച് യുദ്ധം ചെയ്യുകയില്ല. എങ്ങനെയല്ലാതെ, ഇല്ലാ ഫീ ഖുറൻ മുഹസ്സനതി, ചില പട്ടണങ്ങളിൽ വെച്ചുകൊണ്ടല്ലാതെ, ചില സ്ഥലങ്ങളിൽ വെച്ചുകൊണ്ടല്ലാതെ. എങ്ങനെയുള്ള സ്ഥലങ്ങൾ? മുഹസ്സനത്തിൻ, കോട്ടയാൽ ഭദ്രമാക്കപ്പെട്ട, കോട്ടകളാൽ ഭദ്രമാക്കപ്പെട്ട. ഔ അല്ലെങ്കിൽ മിൻ വറാഇ ജുദുർ, ഒരു വലിയ മതിലിൻ്റെ ഇപ്പുറത്ത് വെച്ചുകൊണ്ടല്ലാതെ. എന്നിട്ട് അതിൻ്റെ മേലെ നിന്ന് അമ്പെയ്യുക, അതിൻ്റെ മേലെ നിന്ന് കുന്തമെറിയുക, ഇങ്ങനെയൊക്കെയാണ്. താഴെ ഇറങ്ങി ഫൈറ്റ് ചെയ്യാൻ അവർക്ക് മൊത്തത്തിൽ പേടിയാണ്. അതുകൊണ്ട് തന്നെ ഒരു മതിലിനപ്പുറത്ത്. ഇത് എന്നും യഹൂദന്മാരുടെ ഒരു രീതിയാണ്. ഡയറക്റ്റ് ഫൈറ്റ് അവർക്ക് പേടിയാണ്. പിന്നെ മേലെ കൂടി ആകാശത്തു കൂടിയൊക്കെ വന്ന് ബോംബിട്ട് പോവുക, ആ നിലക്കുള്ള രൂപങ്ങളൊക്കെ ചെയ്യാന്നല്ലാതെ ഡയറക്റ്റ് ചെയ്യാൻ പേടിയാണ്. അപ്പോൾ എപ്പോഴും മറഞ്ഞു നിന്നും മറ്റുള്ളവരുടെ പിറകിൽ നിന്നുമാണ് യുദ്ധം ചെയ്യുക. മുന്നിൽ ആരെങ്കിലുമൊക്കെ സഹായത്തിനെന്ന് പറഞ്ഞ് വിളിക്കും, എന്നിട്ട് അവരെ മുന്നിലിട്ടിട്ട് പിറകിൽ നിന്ന് യുദ്ധം ചെയ്യുകയാണ് ചെയ്യുക. അത് അക്കാലഘട്ടത്തിൽ വേറെ രീതിയാണെങ്കിൽ ആധുനിക കാലഘട്ടത്തിൽ അതിൻ്റേതായ രീതിയിലൂടെയാണ്. അപ്പോൾ അവർ മുസ്ലിമീങ്ങളോടും ഒന്നടങ്കം, ലാ യുഖാതിലൂനകും ജമീഅൻ, മുസ്ലിമീങ്ങളോടും ഒന്നടങ്കം അവർ യുദ്ധം ചെയ്യില്ല. അതേപോലെ തന്നെ, കാരണം മുസ്ലിമീങ്ങളുടെ ഐക്യവും ശക്തിയും അവർക്കറിയാം. അതുകൊണ്ട് മുസ്ലിമീങ്ങളോട് ഒന്നടങ്കം അവർ യുദ്ധം ചെയ്യില്ല. അവർ ഒന്നടങ്കം മുസ്ലിമീങ്ങളോടും യുദ്ധം ചെയ്യില്ല. അവർ ഒന്നടങ്കം മുസ്ലിമീങ്ങളോട് യുദ്ധം ചെയ്യില്ല ഈ പറഞ്ഞ രൂപത്തിലല്ലാതെ. ഇല്ലാ ഫി ഖുറൻ മുഹസ്സനത്തിൻ ഔ മിൻ വറാഇ ജുദുർ. മാത്രമല്ല അവർക്കതിന് കഴിയാതിരിക്കാനുള്ള മറ്റൊരു റീസൺ കൂടി അള്ളാഹു പറയണം, മറ്റൊരു സബബ്. എന്താണത്? ബഅ്സുഹും ബൈനഹും ശദീദ്, അവർക്കിടയിലുള്ള അദാവത്ത്. തഫ്സീറു ത്വബരിയിൽ കാണാം,
ബഅ്സുഹും ബൈനഹും ഷദീദ് യഖൂലു ജല്ല സനാഉ അദാവത്തു ബഅദി ഹഉലാഇൽ കുഫാരി മിനൽ യഹൂദി ബഅദൻ ഷദീദ. ഈ കുഫാറുകളിൽപ്പെട്ട യഹൂദന്മാരിൽപ്പെട്ട കുഫാറുകൾ അവർ തമ്മിലുള്ള ബഅ്സ് അദാവത്ത് കഠിനമാണ്. വഅൽഖൈനാ ഫീ ഖുലൂബിഹിമുൽ അദാവത വൽ ബഗ്ദാ, പരിശുദ്ധ ഖുർആൻ പല സ്ഥലങ്ങളിൽ പറഞ്ഞതാണ്. യഹൂദന്മാർ 71 ഗ്രൂപ്പുകളായി പിരിഞ്ഞിട്ടുണ്ട്. സ്വഹീഹായ ഹദീസിലുള്ളതാണ്. യഹൂദന്മാർ 71 ഗ്രൂപ്പുകളാണ്. ഈ 70 ഗ്രൂപ്പുകളും തമ്മിൽ ഫൈറ്റാണ്. അതിലൊരു ഗ്രൂപ്പ് മാത്രമേ സ്വർഗത്തിൻ്റെ ആളുകളുള്ളൂ. അതേപോലെ തന്നെ ക്രിസ്ത്യാനികൾ 72 ഗ്രൂപ്പാണ്. അതിലൊന്നേ സ്വർഗത്തിലുള്ളൂ. ബാക്കി 71 ശക്തമായ ഫൈറ്റിലാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുതയിലാണ്. മുസ്ലിമീങ്ങളും ആ നിലക്ക് മാറും, 73 കക്ഷികളായി പിരിയും. മുസ്ലിമീങ്ങൾക്കിടയിലും ആ നിലക്കുള്ള ആദർശപരമായ ശത്രുതകൾ കാണാൻ കഴിയും. അപ്പോൾ ഭിന്നത അങ്ങനെയാണ്, പരസ്പരം ശത്രുക്കളാക്കി മാറ്റും. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ബഅ്സുഹും ബൈനഹും ഷദീദുൻ, അവർക്കിടയിലുള്ള ശത്രുത കഠിനമാണ്. അത് ചെറിയ അഭിപ്രായ വ്യത്യാസമല്ല, കഠിനമായ ശത്രുതയാണ്. അതുകൊണ്ട് തന്നെ തഹ്സബുഹും ജമീഅ, നിങ്ങൾ അവരെ ഐക്യപ്പെട്ടവരായി വിചാരിക്കുന്നു. കാരണം അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സുലൂൽ പറയുന്നു, ഞങ്ങൾ സഹായിക്കാം. അങ്ങനെ യഹൂദ ഗോത്രക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുനാഫിക്കുകളും അവരും അതേപോലെ തന്നെ മക്കയിലെ മുശ്രിക്കുകളുമായിട്ടും ഇവർക്ക് അലയൻസ് ഉണ്ടായിരുന്നു, യഹൂദന്മാർക്ക് മക്കയിലെ മുശ്രിക്കുകളുമായിട്ട്. പക്ഷേ ഷിർക്കിനോട് യഹൂദന്മാർക്ക്, വിഗ്രഹാരാധനയോട് അവർക്കും യോജിപ്പില്ല. അപ്പോൾ മക്കയിലെ മുശ്രിക്കുകൾ അവരെ സഹായിക്കുന്നത് വിഗ്രഹാരാധനയോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. അപ്പോൾ അവർക്കിടയിലുള്ള ശത്രുത ഏത് ഗ്രൂപ്പിനെടുത്താലും ആ അഹ്സാബുകൾ തമ്മിലുള്ള ശത്രുത കഠിനമാണ്. വഖുലൂബുഹും തഹ്സബുഹും ജമീഅ, അവർ ഐക്യപ്പെട്ടതായി നിങ്ങൾക്ക് തോന്നുകയാണ്. അന്നും ഇന്നും അങ്ങനെ തന്നെ. അന്നും ഇന്നും ഈ ഐക്യപ്പെടുന്നവരൊക്കെ സത്യത്തിൽ നിങ്ങൾക്കെതിരിൽ മാത്രമാണ്. അവർക്കിടയിൽ വമ്പിച്ച ശത്രുതയിലാണ് അവരുള്ളത്. വഖുലൂബുഹും ശത്താ, അവരുടെ ഹൃദയങ്ങൾ വേറെ വേറെയാണ്. എന്ന് മാത്രമല്ല, മുസ്ലിമീങ്ങളുടെ സാന്നിധ്യമാണ് മറ്റുള്ളവർക്കിടയിലുള്ള ശക്തമായ ഭിന്നത പുറത്തു വരാതിരിക്കാനും അവർക്കിടയിൽ സമാധാനമുണ്ടാവാനുള്ളൊരു കാരണം. മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം ഒരു നാട്ടിലില്ലെങ്കിൽ പിന്നെ അവർ തമ്മിൽ അടിച്ചു പിരിയാണ് ചെയ്യുക, അടിച്ച് നശിക്കുകയാണ് ചെയ്യുക. മുസ്ലിമീങ്ങളുടെ ഏതൊരു രാജ്യത്തിലും മുസ്ലിമീങ്ങളുടെ സാന്നിധ്യം ആ നാടിന് അനുഗ്രഹമാണ്. ഇല്ലെങ്കിൽ പിന്നീട് ഏത് നിലക്കുള്ള ശത്രുതകളും, അത് ജാതീയതയാകട്ടെ, തൊട്ടുകൂടായ്മയാകട്ടെ, തീണ്ടിക്കൂടായ്മയാകട്ടെ, അതിൻ്റെ പേരിൽ മനുഷ്യരെ വ്യത്യസ്ത വർഗങ്ങളാക്കി തിരിച്ചിട്ടുള്ള ഫൈറ്റ് ശക്തമാണ്. പക്ഷേ ആ ഫൈറ്റ് അധികം പുറത്തു വരാത്ത എന്തുകൊണ്ടാണ്? അവരെല്ലാവരും പൊതുവെ ഇസ്ലാമിനെതിരെ ഒന്നിച്ചതുകൊണ്ടാണ്. എന്നാൽ സത്യത്തിൽ അവർക്കിടയിലോ വമ്പിച്ച ശത്രുതയുമാണ്. വഖുലൂബുഹും ശത്താ ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ, അതെന്തുകൊണ്ടെന്നാൽ അവർ ചിന്തിക്കാത്ത, ആലോചിക്കാത്ത ഒരു ജനതയാകുന്നു. നേരത്തെ പറഞ്ഞു ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഫ്ഖഹൂൻ, ഗ്രഹിക്കാത്തവരാണ്. ഇവിടെ യാഖിലൂൻ എന്നാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നത് തന്നെയല്ല, ഗ്രഹിക്കുന്നില്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് പിന്നെ കഴിയാതെ പോകുന്നൊരു കാര്യമാണ്. ചിന്ത അതിൻ്റെ സ്റ്റാർട്ടിംഗ് ആണ്, അതുപോലുമില്ല. ദാലിക ബിഅന്നഹും ഖൗമുൻ ലാ യഖിലൂൻ, ചിന്തിക്കാത്തൊരു ജനതയാകുന്നു. ഇബ്നു ജരീർ അത്ബരി റഹിമഹുല്ലാ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഇമാം ഖതാദ റഹ്മത്തുള്ളാഹി അലൈഹിൽ നിന്ന് ഉദ്ധരിക്കുന്നു, തജിദു അഹ്ലൽ ബാത്തിലി മുഖ്തലിഫത്തൻ ഷഹാദത്തുഹും മുഖ്തലിഫത്തൻ അഹ്വാഉഹും മുഖ്തലിഫത്തൻ അഅമാലുഹും വഹും മുജ്തമിഊന ഫി അദാവത്തി അഹ്ലിൽ ഹഖ്. തജിദു അഹ്ലൽ ബാത്തിൽ, ബാത്തിലിൻ്റെ ആളുകളെ കാണാം. മുഖ്തലിഫത്തൻ ഷഹാദത്തുഹും, അവരുടെ ഓരോരുത്തരുടെയും സാക്ഷ്യവചനങ്ങൾ വ്യത്യാസമാണ്. ഹൈന്ദവൻ്റെതല്ല ക്രൈസ്തവൻ്റെത്, ക്രൈസ്തവൻ്റെതല്ല യഹൂദൻ്റെത്, യഹൂദൻ്റെതല്ല മതമില്ല എന്ന് പറയുന്ന ആളുകളുടേത്. എല്ലാവരുടെയും ആദർശം വ്യത്യാസമുണ്ട്. മുഖ്തലിഫത്തൻ അഹ്വാഉഹും, അവരുടെ ഹവകൾ, ഇച്ഛകൾ, ആഗ്രഹങ്ങൾ, രീതികൾ വ്യത്യാസമുണ്ട്. മുഖ്തലിഫത്തൻ അമാലുഹും, അവരുടെ പ്രവർത്തനങ്ങളിലും വ്യത്യാസമുണ്ട്. ഒക്കെ വേറെ വേറെ ഗ്രൂപ്പാണ്. പക്ഷേ വഹും മുജ്തമിഊന ഫി അദാവത്തി അഹ്ലിൽ ഹഖ്,
സത്യത്തിൻ്റെ ആളുകളോട് ശത്രുത കാണിക്കുന്നതിൽ അവർ ഐക്യപ്പെടുന്നു. എന്നാൽ അവർ വ്യത്യസ്ത ആദർശക്കാരും ഹൃദയങ്ങൾ ഭിന്നതയിലുമുള്ളവരുമാകുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കലും മുസ്ലിമീങ്ങൾക്കെതിരെ, മുസ്ലിം സൈന്യത്തിനെതിരിൽ അവർക്ക് വിജയിക്കാൻ കഴിയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല 14-ാമത്തെ ആയത്തിലൂടെ വ്യക്തമാക്കുന്നു. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇവരുടെ ഉപമ കമസലില്ലദീന മിൻ ഖബ്ലിഹിം ഖരീബ, ഇതിന് തൊട്ട് മുമ്പ് ഉണ്ടായിരുന്ന ആളുകളെ പോലെയാകുന്നു ഇവരുടെയും ഉപമ. കമസലില്ലദീന മിൻ ഖബ്ലിഹിം, ഇവർക്ക് മുമ്പുള്ളവരുടെ ഉപമ പോലെയാകുന്നു. ഖരീബൻ, തൊട്ട് മുമ്പ് കഴിഞ്ഞു പോയ ആളുകളുടെ ഉപമ. അവർ ആസ്വദിക്കുക, അവർ ആസ്വദിച്ചു. വബാല അംരിഹിം, അവർ ചെയ്ത കാര്യത്തിൻ്റെ തിക്തഫലം. വബാൽ എന്ന് പറഞ്ഞാൽ ആഖിബത്ത്, തിക്തഫലം, അനന്തരഫലം. ദാഖു വബാല അംരിഹിം, അവരുടെ കാര്യത്തിൻ്റെ തിക്തഫലം, അവരുടെ പ്രവർത്തനത്തിൻ്റെ അനന്തരഫലം അവർ ആസ്വദിച്ചു. വലഹും, അവർക്കുണ്ട് അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷയുണ്ട്. ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉപമ പറഞ്ഞ വിഭാഗം ആരാണ്? അതിൽ മുഫസ്സിരീങ്ങൾക്ക് രണ്ടഭിപ്രായം, അഥവാ രണ്ട് ടീമിനെ കുറിച്ചാണ് ഉദ്ദേശിച്ചത്. അവരിൽ ആരുമാകാം, രണ്ടും അതിൽ ഉൾപ്പെടും. അതിലൊന്ന് ബനൂ ഖൈനുഖയിലെ യഹൂദന്മാരാണ്. അവരും ഇതേപോലെ നാട് കടത്തപ്പെട്ടവരാണ്. ബനൂ ഖൈനുഖ, അത് ഹിജ്റ 2-ാം വർഷം, ബദർ യുദ്ധത്തിന് ശേഷം തൊട്ടുടനെ ഹിജ്റ 2-ാം വർഷം ശവ്വാൽ മാസത്തിൽ ആണ് അത് സംഭവിച്ചത്. അഥവാ പ്രവാചകനുമായി അവർ കരാറിലേർപ്പെട്ടു. പക്ഷേ ആ കരാറുകൾ അവർ ലംഘിക്കുകയും പല നിലക്കും മുശ്രിക്കുകളെ സഹായിക്കുകയും ചെയ്തുകൊണ്ട് കരാറുകൾ ലംഘിച്ച ആദ്യത്തെ ടീമാണ് ബനൂ ഖൈനുഖയിലെ, മദീനയുടെ പരിസര പ്രദേശത്ത് തന്നെയുള്ള, മദീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രത്തിന് പുറത്തായിക്കൊണ്ട് താമസിച്ചിരുന്ന യഹൂദ ഗോത്രമാണ് ബനൂ ഖൈനുഖയിലെ യഹൂദന്മാർ. അവരാണ് നബിയോട് ഏറ്റവും ആദ്യം കരാർ ലംഘിച്ചത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നപ്പോൾ അവിടെ യഹൂദന്മാരുമായി ഉണ്ടാക്കിയ കരാറുകൾ ഏറ്റവും ആദ്യം ലംഘിച്ച് മുസ്ലിമീങ്ങളെ അപായപ്പെടുത്താനും നബിയെയും സഹാബികളെയും ഉപദ്രവിക്കാനും ശത്രുക്കൾക്ക് സഹായം കൊടുത്തുകൊണ്ട് ഉള്ളിലൂടെ കളിച്ചത് ഈ ടീമാണ്. അതാണ് അവർ നാട് കടത്തപ്പെടുക. ഇതേപോലെ നബിയും സഹാബികളും 15 ദിവസത്തോളം അവരുടെ കോട്ടകളെ ഉപരോധിക്കുകയും പിന്നീട് അവർ കീഴടങ്ങാൻ തയ്യാറാവുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ ശിക്ഷ നടപ്പാക്കാൻ വിചാരിച്ചെങ്കിലും മുനാഫിക്കുകളുടെ നേതാവായ നേരത്തെ പറഞ്ഞ അബ്ദുല്ലാഹിബ്നു ഉബയ്യിബ്നു സലൂൽ നബിയോട് ആവർത്തിച്ച് അവർക്ക് വേണ്ടി വാദിക്കുകയും അങ്ങനെ അള്ളാഹുവിൻ്റെ റസൂൽ എന്നാൽ നാട് കടത്താമെന്നതിലേക്ക് സമ്മതിക്കുകയുമാണ് ചെയ്തത്. അതിന് മറ്റൊരു കാരണവും തഫ്സീറിൽ പറയുന്നുണ്ട്. സ്വഹാബ വനിതകളിൽപ്പെട്ട ഒരു സ്ത്രീ, അവർ അങ്ങാടിയിൽ ഒരു സാധനം വാങ്ങാൻ വേണ്ടി പോയപ്പോൾ അവരുടെ മുഖം വെളിവാക്കാൻ, കാരണം അവർ മുഖം മറച്ചിട്ടായിരുന്നു ഉണ്ടായിരുന്നത്, അവരുടെ മുഖം വെളിവാക്കാൻ യഹൂദന്മാർ ആവശ്യപ്പെട്ടു. കാരണം ഹിജാബും മറ്റും കാണുമ്പോൾ വിറളി പിടിക്കുന്ന സ്വഭാവം മുസ്ലിമീങ്ങളല്ലാത്തവർക്കുണ്ട്. ആ സ്ത്രീ കൂട്ടാക്കിയില്ല. അവരുടെ വസ്ത്രം അവർ പിടിച്ചു വലിക്കാൻ ശ്രമിച്ചു. ഒരു യഹൂദൻ ആ സ്ത്രീ ഇരുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് അവളുടെ ഡ്രസ്സ് കാലുകൊണ്ട് ചവിട്ടിപ്പിടിക്കുകയും എഴുന്നേറ്റപ്പോൾ അവരുടെ ഔറത്ത് വെളിവാവുകയും ചെയ്തു. ഇത് കണ്ട സന്ദർഭത്തിൽ മുസ്ലിമീങ്ങളിൽപ്പെട്ട ഒരാൾ അവിടെ ഉണ്ടായിരുന്നു. ആ വ്യക്തി ഓടി വരികയും ആ യഹൂദനെ കൊന്നുകളയുകയും ചെയ്തു. ആ പണിയെടുത്ത യഹൂദനെ അപ്പോൾ തന്നെ കൊന്നുകളഞ്ഞു. അയാൾ ഉടനെ തന്നെ അയാളുടെ ആളുകളെ വിളിച്ചുകൂട്ടി. അങ്ങനെ യഹൂദന്മാർ കൂടി ആ മുസ്ലിമിനെയും കൊന്നുകളഞ്ഞു. അങ്ങനെ യഹൂദന്മാർ ഫിത്ന ഉണ്ടാക്കിയ സന്ദർഭത്തിലും നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടും ഇനി അവരെ മദീനയിൽ വെച്ച് പൊറുപ്പിച്ചാൽ അവർ ഇതേപോലുള്ള ഉപദ്രവങ്ങൾ ഉണ്ടാക്കും, സ്ത്രീകളെ അപമാനിക്കും, കരാറുകൾ ലംഘിച്ചുകൊണ്ട് കൊലപാതകങ്ങൾ നടത്തും എന്ന് തോന്നിയപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കെതിരിൽ നടപടിയെടുത്തത്. അതേപോലെ തന്നെ ചില മുഫസ്സിറുകൾ പറഞ്ഞതുപോലെ ഇത് ബദർ യുദ്ധത്തിലെ മുശ്രിക്കുകളെക്കുറിച്ചുമാകാം ഈ പറഞ്ഞത്. കാരണം നബിയെയും സഹാബത്തിനെയും ഇല്ലാതെയാക്കാമെന്ന് വിചാരിച്ച് മക്കയിൽ നിന്ന് വന്നു. പക്ഷേ അവർക്ക് ശരിക്കും അതിൻ്റെ തിക്തഫലം അവർ അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ ഇത് മക്കയിലെ ഖുറൈശികളെ, ബദറിൽ പങ്കെടുത്ത
ഖുറൈശികളെക്കുറിച്ചാവാം, ബനൂ ഖൈനുഖാനെ കുറിച്ചാകാം. ബനൂ ഖൈനുഖ ആണ് കൂടുതൽ യോജിച്ചു വരുന്നത്. കാരണം അതേ സമാന സംഭവമാണ് ബനൂ നളീർ ഗോത്രത്തിന് ഉണ്ടായിട്ടുള്ളത്, നാട് കടത്തൽ. അത് തന്നെയാണ് ബനൂ ഖൈനുഖാനും ഉണ്ടായിട്ടുള്ളത്. അവരെക്കുറിച്ചാണ് ഈ പറയുന്നത്. കമസലില്ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ ദാഖൂ വബാല അംരിഹിം. ഇവർക്ക് മുമ്പ് തൊട്ടുടനെ കഴിഞ്ഞുപോയ ആളുകളുടെ ഉപമയാണ് ഇവരുടെയും ഉപമ. ദാഖൂ വബാല അംരിഹിം. അവർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ തിക്തഫലം അവർക്ക് അനുഭവിക്കേണ്ടി വന്നു. അപ്പോൾ അവരെ പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ അവർക്ക് നാട് കടന്ന് ഷാമിലേക്ക് പോവേണ്ടി വന്നു. വലഹും, അത് ദുനിയാവിൽ അവർക്കുള്ള ശിക്ഷയാണെങ്കിൽ, വലഹും അവർക്ക് പരലോകത്തുണ്ടാകും അദാബുൻ അലീം, വേദനയേറിയ ശിക്ഷ. അതേപോലെ തന്നെ ഈ ടീമിൻ്റെ മറ്റൊരു ഉപമയാണ് കമസലി ശൈത്താനി, പിശാജിൻ്റെ ഉപമയാണ്. ഇദ് ഖാല ലിൽ ഇൻസാൻ, അവൻ മനുഷ്യനോട് പറഞ്ഞു, ഉക്ഫുർ, നീ സത്യനിഷേധം കാണിക്കുക. കഫറ യക്ഫുറു കുഫ്റൻ, ഉക്ഫുർ, നീ അള്ളാഹുവിനെ നിഷേധിക്കുക, നന്ദികേട് കാണിക്കുക എന്ന് അവൻ മനുഷ്യനോട് പറയും. ഫലമ്മ കഫറ, അങ്ങനെ ആ മനുഷ്യൻ കാഫിറായാലോ സത്യനിഷേധിയായാൽ, ഖാല, അപ്പോൾ ശൈത്താൻ പറയും, ഇന്നി ബരീഉം മിൻക്, ഞാൻ നിന്നിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്. ബറുഅ എന്ന് പറഞ്ഞാൽ വിട്ടുനിൽക്കൽ. ബരിഅ, ബരിഅ, ബരിഅ യബ്റഉ ബറാഅത്തൻ, വിട്ടുനിൽക്കൽ. ബരീഅ് വിട്ടുനിൽക്കുന്നവൻ. ഇന്നി ബരീഉം മിൻക, ഞാൻ നിന്നിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ്, ഒഴിവ് കഴിവ് പറയുകയാണ്. ഞാനും നീയും തമ്മിൽ ബന്ധമില്ല. ഇന്നി, നിശ്ചയമായും ഞാൻ, അഖാഫുല്ലാഹ, അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഖാഫ യഖാഫു ഖൗഫൻ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു, അതുകൊണ്ട് ഞാൻ മാറി നിൽക്കുകയാണ് എന്ന് പറയുകയും ചെയ്യും. ഇത് പിശാജിൻ്റെ ഒരു ഉപമയാണ്. ഇവിടെ കമസലി ശൈത്താനി, പിശാജിൻ്റെ ഉപമ പോലെ. ഏതാണ് ഈ ശൈത്താൻ? ഈ ശൈത്താൻ മനുഷ്യരിലുമുണ്ട് ജിന്നുകളിലുമുണ്ട്. വകദാലിക ജഅൽനാ ലികുല്ലി നബിയ്യിൻ അദുവ്വൻ ശയാത്തീനൽ ഇൻസി വൽ ജിൻ, ജിന്നുകളിലും മനുഷ്യരിലും പെട്ട ശൈത്താനുകൾ. അപ്പോൾ ശൈത്താൻ എന്ന് കേൾക്കുമ്പോൾ അത് ജിന്നുകളിൽ മാത്രമാണെന്ന് ഒരിക്കലും വിചാരിക്കരുത്. ഖുർആൻ അത് മനുഷ്യരിലുമുണ്ട് എന്ന് വ്യക്തമാക്കി പറഞ്ഞതാണ്. മിനൽ ജിന്നത്തി വന്നാസ്, ജിന്നുകളിലുമുണ്ട് മനുഷ്യരിലുമുണ്ട് ശൈത്താനുകൾ. ഈ ശൈത്താനിൻ്റെ പ്രത്യേകത, ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, മനുഷ്യനോട് പറയും, അല്ലെങ്കിൽ തൻ്റെ കൂട്ടുകാരനോട് പറയും. മനുഷ്യരിൽപ്പെട്ടവരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. അതേപോലെ തന്നെ ജിന്നുകൾ മനുഷ്യന് നൽകുന്ന വസ്വാസ്. ഇനി ജിന്നുകളിലെ ശൈത്താനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. എന്താണ്? സത്യനിഷേധത്തിന് പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ, നീ നിഷേധിച്ചോ. യുക്തിവാദത്തിലേക്ക്, ഷിർക്കിലേക്ക്, കുഫറിലേക്ക്, നിഫാഖിലേക്ക് ഒക്കെ അവർ ക്ഷണിച്ചുകൊണ്ടിരിക്കും. അതേപോലെ തന്നെ നന്ദികേട് കാണിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കും. ഏതുപോലെ ബനൂ നളീർ ഗോത്രത്തിന് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ കത്തെഴുതിയതുപോലെ പ്രേരിപ്പിക്കുകയാണ്. നാടുവിടണ്ട, ഞങ്ങളുണ്ട് കൂടെ, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയും. എന്നാൽ അവരതിന് റെഡിയായാലോ ഞങ്ങളില്ലാന്നും പറഞ്ഞ് പിന്തിരിഞ്ഞു പോകും. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ, ലഇൻ ഉഖ്രിജു ലാ യഖ്റുജൂന മഅഹും വലഇൻ ഖൂതിലു ലാ യൻസുറൂനഹും. അപ്പോൾ നന്ദികേട് കാണിപ്പിച്ച് തെറ്റ് ചെയ്യിപ്പിച്ചതിന് ശേഷം പിന്നെ പിൻവലിഞ്ഞ് രക്ഷപ്പെട്ട് കളയുന്ന സ്വഭാവം അവർക്കുണ്ട്. അങ്ങനെയുള്ള ശൈത്താനുകളെപ്പോലെയാണ് ഇവരുടെയും ഉപമ. മനുഷ്യനെ തെറ്റിന് പ്രേരിപ്പിക്കുക, എന്നിട്ട് പിന്നെ അവരെ കൈയൊഴിഞ്ഞ് കളയുക. ഉക്ഫുർ. ഫലമ്മാ കഫറ, അങ്ങനെ സത്യനിഷേധം കാണിച്ചു കഴിഞ്ഞാലോ, ഖാല പറയും, ഇന്നി ബരീഉം മിൻക്, ഞാൻ നിന്നിൽ നിന്ന് മാറി നിൽക്കുകയാണ്, വിട്ടു നിൽക്കുകയാണ്. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ഞാൻ ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഭയപ്പെടുന്നു. ഇത് പൊതുവെ പിശാജിൻ്റെ ഒരു സ്വഭാവമാണ്. ബദർ യുദ്ധത്തിനിറങ്ങി പുറപ്പെട്ടപ്പോഴും മനുഷ്യരൂപത്തിൽ വന്ന് പിശാജ് മുശ്രിക്കുകൾ ഇളക്കി വിട്ടു. നിങ്ങളൊന്ന് തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല എന്നൊക്കെ പറഞ്ഞ് അബൂജഹലിനെയും ഒക്കെ ഇളക്കി വിട്ടു. എന്നാൽ ബദർ യുദ്ധത്തിൻ്റെ സ്പോട്ടിലെത്തിയപ്പോൾ ശൈത്താൻ പറഞ്ഞു എന്ത്? കാരണം ഇന്നി അറാമാല തറൗന ഇന്നി അഖാഫുല്ലാഹ്, നിങ്ങൾ കാണാത്തത് ഞാൻ കാണുന്നുണ്ട്, ഞാൻ അള്ളാഹുവിനെ ഭയപ്പെടുകയാണ്.
എന്ന് പറഞ്ഞുകൊണ്ട് ഷെയ്ത്താൻ പിന്നെ അവിടുന്ന് അപ്രത്യക്ഷമായി എന്നാണ്. ഷെയ്ത്താൻ അപ്രത്യക്ഷമായി. ഉഹദിലും ഷെയ്ത്താൻ വന്നിട്ടുണ്ട്. ഉഹദിൽ ഷെയ്ത്താൻ വന്നിട്ട് വിളിച്ചു പറഞ്ഞു എന്നാണ്, മുഹമ്മദ് കൊല്ലപ്പെട്ടു, മുഹമ്മദ് കൊല്ലപ്പെട്ടു. സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊല്ലപ്പെട്ടിട്ടില്ല, പക്ഷേ ഷെയ്ത്താൻ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു എന്നാണ്. കാരണം എന്തിനാണ്? മുസ്ലിമീങ്ങളെ ഭയപ്പെടുത്താൻ. നബി മരിച്ചു കഴിഞ്ഞെങ്കിൽ ഇനി എന്തിന് യുദ്ധം എന്നുവരെ ചിന്തിക്കുന്ന അവസ്ഥ ഉണ്ടാക്കാനും മറ്റുള്ളവരെ ഇളക്കി വിടാനും വേണ്ടി. അപ്പോൾ ആ നിലക്ക് പിശാച് ഇടപെടുന്നതാണ്. അതേപോലെ തന്നെ ഈ ആയത്തിൻ്റെ തഫ്സീറിൽ പല തഫ്സീറുകളിലും കാണാൻ സാധിക്കും പിശാചിൻ്റെ ഒരു സ്വഭാവം പറയുന്നിടത്ത്, ബനു ഇസ്രായേല്യരിൽ ഒരു വലിയ പണ്ഡിതനുണ്ടായിരുന്നു. പണ്ഡിതൻ എന്നതിനേക്കാൾ അവിടെ ഉപയോഗിച്ചത് റാഹിബാണ്. അഥവാ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന ഒരു നല്ല മനുഷ്യൻ. അപ്പോൾ ആ നാട്ടിൽ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അവൾക്ക് ബുദ്ധിപരമായി കുറച്ചൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അവൾക്ക് സഹോദരന്മാരും ഉണ്ടായിരുന്നു. പക്ഷെ വീട് നോക്കിയിരുന്നത് അവളാണ്. അതുകൊണ്ട് ആടിനെ മേയ്ച്ച് അവൾ പലപ്പോഴും ഈ റാഹിബിൻ്റെ വീട്ടിൽ അന്തി ഉറങ്ങാറുണ്ടായിരുന്നു. കാരണം സഹോദരങ്ങളും അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്തു. കാരണം വിശ്വസ്തനായ ആളാണ്, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കുന്ന പടച്ചറബിനെ പേടിയുള്ള ഒരാളാണ്. പക്ഷേ സ്വാഭാവികമായും ഒരു സ്ത്രീ ഒരു പുരുഷനും ഒറ്റക്കാകുമ്പോൾ അവിടെ ശൈത്താൻ കളിക്കും. ഈ ശൈത്താൻ ഈ മനുഷ്യനെ പ്രേരിപ്പിച്ച് അവസാനം അയാൾ ഇവളെ പ്രാപിക്കുകയുണ്ടായി. അങ്ങനെ ഇവൾ ഗർഭിണിയായപ്പോൾ പിശാച് വീണ്ടും വന്നു. എന്നിട്ട് പറഞ്ഞു, ഇവൾ ഗർഭിണിയായിട്ടുണ്ട്, അതുകൊണ്ട് ഇതിനി എല്ലാവരും അറിയും, അതുകൊണ്ട് അവളെ കൊന്നുകളയാൻ പറഞ്ഞു. അങ്ങനെ ഈ വ്യക്തി ഈ തെറ്റിനെ മറയ്ക്കാൻ വേണ്ടി അവളെ കൊന്നുകളയുകയും അവിടെ തന്നെ മറവ് ചെയ്യുകയും ചെയ്തു. ശൈത്താൻ ഈ സഹോദരങ്ങളുടെ അടുത്ത് സ്വപ്നത്തിൽ പോയി പറഞ്ഞു, നിങ്ങളുടെ സഹോദരിയെ ഈ നിലക്ക് അയാൾ തെറ്റായ നിലക്ക് സമീപിക്കുകയും പിന്നീട് കൊന്നുകളയുകയും ചെയ്തിരിക്കുന്നു എന്ന് ഈ സഹോദരന്മാർ ഓരോരുത്തരും ഒരേപോലെ സ്വപ്നം കണ്ടു. അതും ശൈത്താൻ്റെ പണിയാണ്. അങ്ങനെ അവർ റാഹിബിനെ ശരിയാക്കാൻ വേണ്ടി അവർ പുറപ്പെട്ടു. ഉടനെ ശൈത്താൻ റാഹിബിൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നിന്നെ കൊല്ലാൻ വേണ്ടി ആ പെൺകുട്ടിയുടെ സഹോദരന്മാർ വരുന്നുണ്ട്. ഈ വിപത്തിൽ നിന്ന്, ഈ അപമാനത്തിൽ നിന്ന് നിന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് കഴിയും. നീ എനിക്കൊരു സുജൂദ് ചെയ്യുക. എനിക്ക് സുജൂദ് ചെയ്താൽ നിന്നെ ഈ പ്രശ്നത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെടുത്തി തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആ റാഹിബ് ആ പിശാചിന് സുജൂദ് ചെയ്യുകയും ചെയ്തു. എന്നാൽ അതുകൊണ്ട് കാര്യമുണ്ടോ? ഇല്ല. അതും കൂടി ചെയ്യിച്ചതിന് ശേഷം ഞാൻ പോവുകയാണ്, ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ എന്ന് പറഞ്ഞ് ശൈത്താൻ പോവുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഒരു റാഹിബായ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിച്ച ആ മനുഷ്യനെ വ്യഭിചാരിയാക്കി, കൊലപാതകയാക്കി, ശിർക്ക് ചെയ്യുന്ന ആളുമാക്കി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, വല്ലദീന ലാ യദ്ഊന മഅല്ലാഹി ഇലാഹൻ ആഖർ വലാ യഖ്തുലൂന അൻ-നഫ്സ അല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ് വലാ യസ്നൂൻ വമൻ യഫ്അൽ ദാലിക യൽഖ അസാമ. ഈ 3 തെറ്റിനാണ് ഒരുമിച്ച് പറഞ്ഞത്. ഷിർക്ക്, ഖത്ൽ കൊലപാതകം, സിന വ്യഭിചാരം. ഇത് 3ഉം അയാളെ കൊണ്ട് ചെയ്യിപ്പിച്ചു. പിന്നീട് ഈ സഹോദരങ്ങൾ വന്ന് അയാളെ കൊന്നുകളയുകയും ചെയ്തു. ഇത് കോമണായി ധാരാളം തഫ്സീറുകളിൽ ഈ സംഭവം വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു തഫ്സീറായിക്കൊണ്ട് ഒരു അസലുള്ള ചരിത്രമാണ് എന്ന് ധാരാളം പണ്ഡിതന്മാർ സൂചിപ്പിച്ചൊരു കാര്യമാണ്. അപ്പോൾ പിശാച് എങ്ങനെയാണ് മനുഷ്യനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചിട്ട് പിന്നെ അവൻ ഒഴിവ് പറയുകയും ചെയ്യും. അതേപോലെ ഇവിടെ ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞത് മുത്തഖീങ്ങളുടെ പേടിയാണോ? അല്ല, മറിച്ച് ഭൗതികമായ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്. അതുകൊണ്ടാണ് മലക്കിനെ കണ്ടപ്പോൾ ഇന്നി അഖാഫുല്ലാ എന്ന് പറഞ്ഞത്. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണ് എന്ന് ശൈത്താൻ അറിയാം. ഈ ശിക്ഷയെക്കുറിച്ചുള്ള പേടിയാണ്, അല്ലാതെ തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പേടിയല്ല ഇത്.
അങ്ങനെയാണെങ്കിൽ ശൈത്താൻ ഈ പണിക്ക് നിൽക്കൂല. അങ്ങനെ ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കുന്ന പേടിയല്ല. പേടി പലവിധമുണ്ട്. യഥാർത്ഥ ഖൗഫ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. എന്താണത്? വഅമ്മാ മൻ ഖാഫ മഖാമ റബ്ബിഹി വനഹൻ നഫ്സ അനിൽ ഹവാ ഫഇന്നൽ ജന്നത ഹിയൽ മഅവാ. അള്ളാഹുവിൻ്റെ മഖാമിനെ ശരിക്കും ഭയപ്പെടുന്ന ആളുകൾ അങ്ങനെ ഭയപ്പെടുമ്പോൾ വനഹൻ നഫ്സ അനിൽ ഹവാ, ദേഹേച്ഛയെ തടയുന്നു, നഫ്സിനെ ദേഹേച്ഛയിൽ നിന്ന് തടയുന്നു. ഇതാണ് ശരിക്കുള്ള ഖൗഫ്. എന്നാൽ കേവലം അള്ളാഹുവിൻ്റെ ശിക്ഷ ലഭിക്കും എന്ന് തോന്നുന്ന നിർണായക ഘട്ടത്തിൽ രക്ഷപ്പെടുന്നതല്ല. അത് രണ്ടും രണ്ടാണ്. ഇവിടെ ശൈത്താൻ്റെ പേടി ആ പേടിയാണ്. കഠിനമായി പണി കിട്ടുന്നു തോന്നുമ്പോൾ കഴിച്ചിലാവുക, അതുവരെ തിന്മയിലേക്ക് പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞങ്ങൾ ഭയപ്പെടുന്നു. ബനൂ നളീർ ഗോത്രത്തിൻ്റെ കാര്യവും അത് തന്നെയാണ് സംഭവിച്ചത്. കാരണം എന്താണ്? അവരിങ്ങനെയൊക്കെ അവരെ പറഞ്ഞ് ധൈര്യം കൊടുത്ത്, ഇല്ലാത്ത ധൈര്യം കൊടുത്തൊക്കെ ചെയ്ത് അവസാനം കയ്യൊഴിഞ്ഞ് കളഞ്ഞു. എന്താ കയ്യൊഴിയാനുള്ള കാരണം? ലഅൻതും അശദ്ദു റഹ്ബതൻ ഫീ സുദൂരിഹിം മിനല്ലാഹ്, പേടി. അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നറിയാം. അപ്പോൾ മുഹമ്മദ് നബിയിൽ നിന്നും സ്വഹാബികളിൽ നിന്നും നന്നായി കിട്ടും എന്നറിയുന്നത് കൊണ്ട് തന്നെ ഈ ഡയലോഗിനപ്പുറത്തുള്ള പണിക്കൊന്നും അവരുണ്ടായിരുന്നില്ല. അവർക്ക് പേടിയായിരുന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ രണ്ട് ഉപമകളും വളരെ ശ്രദ്ധേയമായ ഉപമകളാണ്. കമസലില്ലദീന മിൻ ഖബ്ലിഹിം ഖരീബൻ സാഖൂ വബാല അംരിഹിം വലഹും അദാബുൻ അലീം. ഒന്ന് അവരെ പോലെയാണ് ഇവരുടെ ഉപമ. മറ്റൊന്ന് കമസലി ശൈത്താനി ഇദ് ഖാല ലിൽ ഇൻസാനി ക്ഫുർ ഫലമ്മ കഫറ ഖാല ഇന്നി ബരീഉം മിൻക ഇന്നി അഖാഫുല്ലാഹ റബ്ബൽ ആലമീൻ. ലോകരക്ഷിതാവായ അള്ളാഹുവിനെ ഞാൻ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിന്മക്ക് പ്രേരിപ്പിച്ച് പിന്നെ കൈയൊഴിഞ്ഞു പോകുന്ന ശൈത്താനിനെ പോലെയാകുന്നു അവരുടെ ഉപമ. ഈ ഉപമയുള്ള എല്ലാ മനുഷ്യരിലും ജിന്നുകളിലും പെട്ട ശൈത്താനുകൾക്ക് ഈ ഉപമ സ്യൂട്ടബിളാണ് എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു ഫകാന ആഖിബതഹുമാ, അതുകൊണ്ട് തന്നെ അവർ രണ്ടു കൂട്ടരുടെയും ആഖിബത്ത്, അഥവാ തെറ്റിന് പ്രേരിപ്പിച്ച ശൈത്താനും ആ പ്രേരണ അനുസരിച്ച് ചെയ്ത മറ്റുള്ള ശൈത്താനുകളും, ഫകാന ആഖിബതഹുമ, അതുകൊണ്ട് തന്നെ അവർ രണ്ടു കൂട്ടരുടെയും പര്യവസാനം, ആഖിബത്ത്, അന്നഹുമ, അവർ രണ്ടുപേരും, ഫിന്നാരി, നരകത്തിലായിരിക്കും, ഖാലിദൈനി ഫീഹ, അവർ അതിൽ നിത്യവാസികളായിരിക്കും. ഖലുദ എന്ന് പറഞ്ഞാൽ നിത്യവാസം, ഖാലിദ് നിത്യവാസി, ഖാലിദൈനി ഫീഹ, അവർ രണ്ടു കൂട്ടരും നരകത്തിൽ നിത്യവാസികളാണ്. വദാലിക ജസാഉൽ ളാലിമീൻ, അതാകുന്നു ളാലിമീങ്ങളുടെ പ്രതിഫലം. ജസാ എന്ന് പറഞ്ഞാൽ പ്രതിഫലം, ളാലിം എന്ന് പറഞ്ഞാൽ ളുൽമ് ചെയ്യുന്ന ആൾ, ളാലിം എന്ന് പറഞ്ഞാൽ അതിക്രമം ചെയ്യുന്ന ആളുകൾ, അക്രമകാരികൾക്കുള്ള പ്രതിഫലം അതാകുന്നു. അപ്പോൾ ഇവർക്ക് ദുനിയാവിൽ വെച്ചുള്ള ശിക്ഷയുണ്ട്. അതിനു പുറമെ പിശാചിക്കളും ആ പിശാചിക്കളെ അനുസരിച്ചവരും രണ്ടു കൂട്ടരും നരകത്ത് പോകേണ്ടി വരും. നാളെ ഖിയാമത്ത് നാളിൽ അല്ലാഹുവേ, ഇവർ ഞങ്ങളെ ക്ഷണിച്ചതുകൊണ്ട് ഞങ്ങൾ ഇവരെ അനുസരിച്ചതാണ് എന്നതുകൊണ്ട് ഫോളോവേഴ്സിന് അവിടെ ഇളവുകളൊന്നുമില്ല. വിളിച്ചവനും വിളിക്കപ്പെട്ടവനും ഉത്തരം നൽകിയവനും രണ്ടു കൂട്ടരും നരകത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെ പരലോകത്ത് അത്തരം ഒരു ഒഴിവ് കഴിവ് സ്വീകരിക്കപ്പെടുകയില്ല. സൂറത്തു ഇബ്രാഹിമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ വഖാല ശൈത്താനു ലമ്മാ ഖുദിയൽ അംറു ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖി വവഅദ്തുകും ഫഅഖ്ലഫ്തുകും വമാ കാന ലി അലൈക്കും മിൻ സുൽത്താനിൻ ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി ഫലാ തലൂമൂനി വലൂമു അൻഫുസകും മാ അന ബിമുസ്രിഖിക്കും വമാ അൻതും ബിമുസ്രിഖി ഇന്നി കഫർതു ബിമാ അശ്റക്തുമൂനി മിൻ ഖബ്ൽ വ ഇന്നൽ ളാലിമീന ലഹും അദാബുൻ അലീം. കാര്യങ്ങളൊക്കെ തീരുമാനിക്കപ്പെട്ട് കഴിഞ്ഞാൽ പിശാച് പറയും, ഇന്നല്ലാഹ വഅദകും വഅദൽ ഹഖ്, അള്ളാഹു നിങ്ങളോട് പറഞ്ഞ വാഗ്ദാനമൊക്കെ അല്ലാഹു പൂർത്തീകരിച്ചു. വഅദ്തുകും ഫഅഖ്ലഫ്തുകും, ഞാൻ കുറേ വാഗ്ദാനം നൽകി, അതൊക്കെ ഞാൻ ലംഘിക്കുകയാണ്. ആത്യന്തികമായി ഖിയാമത്ത് നാളിലും ശൈത്താൻ കയ്യൊഴിഞ്ഞു പറയും. അതുകൊണ്ട് നിങ്ങൾ എന്നെ ആക്ഷേപിക്കണ്ട, വലൂമു അൻഫുസക്കും, നിങ്ങൾ നിങ്ങളെ തന്നെ ആക്ഷേപിച്ചോളൂ. കാരണം എനിക്ക് നിങ്ങളുടെ മേൽ സുൽത്താനൊന്നും ഉണ്ടായിരുന്നില്ല. ഇല്ലാ അൻ ദഅൗതുകും ഫസ്തജബ്തും ലി, ഞാൻ വിളിച്ചപ്പോഴേക്ക് നിങ്ങൾ എന്തിനാ എൻ്റെ കൂടെ വന്നത്? തെളിവ് നോക്കാതെ, പ്രമാണം നോക്കാതെ, ഖുർആൻ നോക്കാതെ, സുന്നത്ത് നോക്കാതെ ഞാൻ പറഞ്ഞു, നിങ്ങൾ കേട്ടു, അപ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ പറഞ്ഞാൽ മതി, ഇന്നെ പറയണ്ട എന്ന് ശൈത്താൻ കൃത്യമായി പറയുന്നതാണ്.
ഫലാ തലൂമൂനി വലൂമു അൻഫുസക്കും, നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തണ്ട, നിങ്ങൾ നിങ്ങളെ കുറ്റപ്പെടുത്തുക. നിങ്ങൾക്ക് അല്ലാഹു കണ്ണ് വേറെ തന്നു, കാത് വേറെ തന്നു, ചിന്താശേഷി വേറെ തന്നു, പിന്നെ നിങ്ങളെന്തിനാണ് ഞാൻ പറഞ്ഞത് അന്ധമായി പിൻപറ്റിയത്? ഞാൻ നിങ്ങളൊന്ന് വിളിച്ചു നോക്കിയതാണ്, നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ വന്നു. അങ്ങനെ തന്നെ പറയാം. ഇല്ല അൻ ദഅൗതുക്കും ഫസ്തജബ്തും ലീ, ഞാനൊരു ദഅവത്ത് നടത്തി, നിങ്ങളെല്ലാവരും എൻ്റെ പിന്നാലെ പോരുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്ക് എന്നെയോ എനിക്ക് നിങ്ങളെയോ രക്ഷപ്പെടുത്താൻ പറ്റില്ല എന്നാണ്. മാ അന ബിമുസ്രിഖും വമാ അൻതും ബിമുസ്രിഖി, എനിക്ക് നിങ്ങളെന്ന് രക്ഷപ്പെടുത്താൻ പറ്റില്ല, നിങ്ങൾക്ക് എന്നെയും രക്ഷപ്പെടുത്താൻ പറ്റില്ല. നമ്മൾ പരസ്പരം പഴിചാരിയതുകൊണ്ടും കാര്യമില്ല. നമ്മളെല്ലാവരും ഇന്ന് നരകത്തിലാണ്, നമ്മളെല്ലാവരും ഇന്ന് നരകത്തിലാകുന്നു എന്ന് പറയും. അതാണ് ഫകാന ആഖിബതഹുമ അന്നഹുമ ഫിന്നാരി ഖാലിദൈനി ഫീഹ, അവരവിടെ നിത്യവാസികളായിരിക്കും. വദാലിക ജസാഉൽ ളാലിമീൻ, ളാലിമീങ്ങൾക്കുള്ള പ്രതിഫലം അതാണ്. അപ്പോൾ താബിഉം മത്ബൂഉം ഒക്കെ എന്താണ്? ളാലിമുകളാണ്, അക്രമികളാണ്, അള്ളാഹുവിനെ ധിക്കരിച്ചവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും യഥാർത്ഥ വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ നിലക്കുമുള്ള ചെറുതും വലുതുമായ ഷിർക്കിൽ നിന്നും കുഫറിൽ നിന്നും നിഫാഖിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് ജീവിക്കുകയും പിശാചിൻ്റെ ജൽപ്പനങ്ങൾക്കും പ്രലോഭനങ്ങൾക്കും വശംവദരായി പോവാതിരിക്കുകയും ചെയ്യുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മരണം വരെ സിറാത്തുൽ മുസ്തഖീമിൽ ഉറച്ചു നിൽക്കാനും പിശാചിൻ്റെ റാഞ്ചിയെടുക്കലിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. മരണവേളയിലെ ഫിത്നകളിൽ നിന്നും ജീവിതത്തിൻ്റെ പരീക്ഷണങ്ങളിൽ നിന്നും ഖബറിലെ ശിക്ഷകളിൽ നിന്നും മഹ്ശറിലെ പരീക്ഷണങ്ങളിൽ നിന്നുമൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ സന്താനങ്ങളെയും നമ്മുടെ ഇണകളെയും നമ്മുടെ സുഹൃത്തുക്കളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമാറാകട്ടെ. ഇതേപോലെ അവിടെ ഒരുമിച്ച് കൂടുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. മരണം വരെ പരിശുദ്ധ ഖുർആനിൻ്റെ പഠിതാക്കളായിരിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഖുർആനിലെ വചനങ്ങൾ ഹിഫളാക്കാനും അതിൻ്റെ അർത്ഥം ഗ്രഹിക്കാനും അത് ജീവിതത്തിൽ അമലാക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദ് വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വ അത്തൂബു ഇലൈക്.